എടാ ഞാൻ അച്ഛനോട് ഒരുപാട് പറഞ്ഞു നോക്കി. എന്നിട്ട് അത് അത് നടക്കില്ല. അച്ഛനെന്ത് പറഞ്ഞു? നമ്മൾ ഒരേ മനസ്സാണെങ്കിലും അവരുടെ കണ്ണിൽ നമ്മൾ വ്യത്യസ്തരാണല്ലോ. അതെങ്ങനെ? മനുഷ്യർക്കിടയിലെ മതമെന്ന വേലിക്കെട്ട് പൊളിക്കാൻ ഇന്നാട്ടിൽ ഒരു വിപ്ലവവും ഇതുവരെ ജനിച്ചിട്ടില്ലല്ലോ. മതം ആ വേലിക്കെട്ട് പൊളിച്ച് നിനക്ക് വരാൻ പറ്റുമോ? നമ്മുടെ ബന്ധുക്കളെ ധിക്കരിച്ച് നമുക്ക് എന്ത് നേടാൻ? എല്ലാം മറക്കാം. മറക്കാൻ എളുപ്പമാണല്ലോ. മറന്നേ പറ്റൂ. ഇന്ന് എന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ഓ, അപ്പൊ നീ സമ്മതിച്ചു? എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ ഞാൻ മോളെ. വാങ്ങിച്ചതാ. അപ്പൊ ഞാൻ ശരി എന്നാ, അച്ഛൻ വിളിക്കുന്നുണ്ട്. ശരി, വെക്കട്ടെ. ഒഴിവാക്കാണല്ലേ. ബൈ. മോളെ, അവരെത്തി. വേറെ റെഡിയാവ്. അച്ഛൻ അവരെ സ്വീകരിച്ചിരുത്ത്. ഞാൻ കോലം കെട്ടി വരാം. ആ, വാ വാ. ഓഹ്, എന്നാ മുടിഞ്ഞ ബ്ലോക്കാണ്. അതിനിപ്പോൾ എല്ലാ ആൾക്കാരും കാറ് പിടിച്ചാക്കല്ലേ. അരി മേടിക്കാൻ കാശില്ലെങ്കിലും വീട്ടുമുറ്റത്തൊരു കാറുണ്ടാവും. അല്ല, നിങ്ങളിരിക്കട്ടോ. വീടല്പം പഴയതാ അല്ലയോ? ആ, 10-15 വർഷമായി. മോളുടെ കല്യാണം എന്തത്ര വൈകിച്ചത്? പെൺപിള്ളേരായാലും ഒരു 18 വയസ്സാകുമ്പോഴേക്കും പിടിച്ച് കെട്ടിക്കണം. അതവൾക്ക് സ്വന്തമായിട്ടൊരു ജോലി കിട്ടിയിട്ട് മതിയെന്ന് കരുതി. ഞങ്ങളുടെ ഫാമിലിയിലാരും പെണ്ണുങ്ങൾ ജോലിക്ക് പോയിട്ടല്ല ജീവിക്കണേ. ഞാൻ തന്നെ ഇത്രയും പഠിച്ചിട്ടും അല്ല ജോലിക്കും പോയാ. എത്രയും പഠിച്ചിട്ട് അമ്മേന് 10ാം ക്ലാസ്സിൽ വെച്ച് തോറ്റല്ലേ? അവൻ അങ്ങനെയൊക്കെ പറയും. ഓ, ഭയങ്കര തമാശക്കാരനാന്നേ. ശ്രീധനായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? അതാണ് ഇത്ര വൈകിയേ. അയ്യോ അങ്കിളെ, അതിന് ഞാൻ ആദർശിച്ചിരുന്ന എനിക്ക് സ്ത്രീയാണ് ധനം. ഓ, ഇക്കാലത്ത് ഇങ്ങനെയും ചെറുപ്പക്കാരോ? നന്നായി. മോളെ എവിടെ? വിളിക്ക്. മോളെ വാ, ഇപ്പോൾ വരൂ കേട്ടോ. എന്താ പേര്? അത് ബ്രോക്കർ പറഞ്ഞില്ലേ? അല്ല, അമ്മ പറഞ്ഞ് പേര് ചോദിക്ക. എനിക്കങ്ങനെ പേര് വെച്ച് ശീലല്ലേ, അതാ. അത് മോളെ പെണ്ണിനെ വിൽക്കണ്ടോന്ന് അറിയാൻ പണ്ട് മുതലുള്ള ആചാര. വിൽക്കില്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? കല്യാണം കഴിഞ്ഞുകൊണ്ട് വിൽക്കാതിരുന്നാ മതി. അപ്പൊ ഇനി കാര്യങ്ങളിലേക്ക് അടക്കാം. ആയിക്കോട്ടെ. കല്യാണം നമ്മൾക്ക് ഉടനെ നടത്താം. അതിനെന്താ, വേറെ ഡിമാൻഡൊന്നും ഇല്ലാത്ത നിലയ്ക്ക് പെട്ടെന്ന് നടത്താം. ആ, ഇവന്റെ അച്ഛൻ എന്നെ കെട്ടാൻ നേരത്ത് സ്ത്രീധനം വേണ്ടാന്ന് അത് പറഞ്ഞായിരുന്നു. നന്നായി. പക്ഷെ എന്റെ അച്ഛൻ 100 പവനും 1 ലക്ഷം രൂപയും തന്നെ എന്നെ കെട്ടിച്ച. ഓ, ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഇവന്റെ ചേച്ചിനെ കെട്ടിച്ചയച്ചപ്പോ മരുമോൻ പറഞ്ഞു ഒന്നും വേണ്ടാന്ന്. പക്ഷെ ഞങ്ങള് 101 പവനും ഒരു കാറും കൊടുത്തു. ബ്രേസറ്. ഏതടാ കാർ? ബ്രസ 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 അല്ല, ഒരു ബ്രസ്സേ ഉള്ളൂ. അതെന്തായാലും അതിനുള്ള കാശ് എൻ്റെ കയ്യിലില്ല. ഒരു 10-25 പവൻ വേണമെങ്കിൽ ഒപ്പിക്കാം. 25 പവനാ? അതും ഇവന്? അടിപൊളി. അതെന്നെ ഞാൻ ഒപ്പിക്കാൻ പെട്ട പാട്. മോനെ. ഓ, നിങ്ങൾ ആലോചിക്ക്, എന്നെ കൊണ്ട് ഇത്ര കൂട്ടിയാൽ കൂടും. ഓ, ഇത്ര പാടുപെട്ട് കെട്ടേണ്ട കാര്യമില്ല അല്ലയോടാ? ആ, അമ്മ പറയണ പോലെ. വേറെ ഒരു വഴിയില്ലാണ്ട. ഓ, അന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. വാട വായി നോക്കിക്കാതെ. അപ്പൊ ശരി. അല്ല, അപ്പൊ ആദർശധീരനാ സ്ത്രീയാധനം എന്നൊക്കെ പറഞ്ഞിട്ട്? സ്ത്രീ തന്നെ എനിക്ക് ധനം, പക്ഷെ അതില്ലല്ലോ. അപ്പൊ ശരി. നല്ല ആദർശം. ആദർശം പണയം വെച്ചാൽ കാശ് കിട്ടില്ല കാരണവരെ. അതിന് സ്വർണം തന്നെ വേണം. സൂക്ഷിച്ചു പോണേ, കഷ്ടം. കാരണവർ വിചാരിച്ച് ചുടൂര് കല്യാണം നടത്താന്ന്. എന്താച്ചാ സ്വന്തം സമുദായത്തിൽ നിന്ന് ചെക്കൻ വന്നിട്ട് സ്ത്രീധനം കുറഞ്ഞു പോയോ? ഓ, അവൻ പോട്ടെ, ചപ്പൻ. ഇനി വരുന്നവർ ഇതുപോലെ തന്നെയാണെങ്കിലോ? നമ്മുടെ മതവും സമുദായവും സ്ത്രീധനം തന്ന് കെട്ടിക്കോ? പിന്നെ സമുദായത്തിന് അതല്ലേ പണി. അപ്പൊ പിന്നെ മതത്തിനും സമുദായത്തിനും എന്താ പ്രസക്തി? അതിപ്പോ ഞാനെന്തൊട്ട് പറയാ? അതാണ് അച്ഛാ ഞാൻ പറയുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ, കൂടെ ജോലി ചെയ്യുന്ന ആൾ ഒന്ന് സമ്മതിക്കേ. അതിനവൻ നമ്മുടെ മതമല്ലല്ലോ. അച്ഛാ, അവൻ നമ്മുടെ മതമല്ലെന്നേ ഉള്ളൂ. അവൻ അച്ഛൻ്റെ മടിക്കുത്തിലെ കനം കണ്ടിട്ടല്ല എന്നെ ഇഷ്ടപ്പെട്ടത്. അച്ഛനെ എന്നെ സ്ത്രീധനം നിന്ന് കെട്ടിച്ചു വിട്ടാൽ അച്ഛന് സമാധാനം കിട്ടുമായിരിക്കും. പക്ഷെ പിന്നീടുള്ള എൻ്റെ ജീവിതം സമാധാനമുള്ളതായിരിക്കുമെന്ന് അച്ഛന് ഉറപ്പുണ്ടോ? ശരി, അച്ഛൻ ആലോചിക്കേ.
ഹലോ. ഇതാ വണ്ടി നിർത്തിയിട്ട് സംസാരിക്കും. ആ മച്ചാനെ, ആ പറയടാ. നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യുടാ. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പെണ്ണുകളിൽ ഹോളാക്കിയുണ്ട്. പോരെ? മതി, ഇനി ഞാൻ നോക്കിക്കോ. എടാ അതല്ല, നീ അവളോട് കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ? ഇല്ല, അവളോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. എന്തേ? ആ ചുമ്മാ അതല്ല, അവളെന്നെ നല്ല ചീത്ത വിളിച്ചുടാ. നിന്നെ കണ്ട ആർക്കായാലും ഒന്ന് ചീത്ത വിളിക്കാൻ തോന്നും. ആ ഇതൊക്കെ ചേർത്ത് തന്നേക്കണേ. അതൊക്കെ ശരിയാക്കാന്നേ. അപ്പോൾ ശരി, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ താങ്ക് യുടാ മുത്തേ. ഓക്കെ ഓക്കേ. ഇങ്ങനെ കൂട്ടുകാരുടെ കല്യാണമൊക്കെ നടത്തി കൊടുത്താൽ മതിയാ. നിനക്കൊരു കല്യാണമൊക്കെ വേണ്ടേ? എൻ്റെ പൊന്നോ. മോളെ, നീ അവൻ്റെ നമ്പർ ഇതാ, അച്ഛനൊന്ന് സംസാരിക്കട്ടെ.